അമ്മേ അമ്മേ എന്ന് നിലവിളിച്ച് മൃതദേഹത്തെ കെട്ടിപ്പിടിച്ച് കരയുന്ന ഒരു 14 വയസ്സുകാരൻ മകൻ. മാലാഖമാരെ പോലെ ചേതനയേറ്റ് കിടക്കുന്ന അനിയത്തിമാരെയും ചേർത്ത് പിടിച്ച് എഡ്വിൻ ഏങ്ങിക്കരഞ്ഞുകൊണ്ടേയിരുന്നു. കോട്ടയം ഏറ്റുമാനൂരിനു സമീപം പാറോലിക്കലിൽ ട്രെയിനിന് മുന്നിൽ ചാടി ജീവനൊടുക്കിയ ഷൈനി കുര്യനും മക്കളായ അലീനയ്ക്കും ഇവാനയ്ക്കും ചുങ്കം നിവാസികൾ യാത്രാമൊഴി നൽകുമ്പോഴുള്ള ഈ കാഴ്ചകൾ മനസ്സുലയ്ക്കുന്നതായിരുന്നു. വൻ ജനാവലിയുടെ സാന്നിധ്യത്തിൽ ചുങ്കം സെന്റ് മേരീസ് ജ്ഞാനായ കത്തോലിക്ക ഫെറോന പള്ളിയിലായിരുന്നു മൂവരുടെയും സംസ്കാരം. ഭർത്താവ് നോബിയുമായി അകലുകയും ജീവിതത്തിൽ മറ്റൊരു ആശ്രയവും ഇല്ലാതാവുകയും ചെയ്തപ്പോൾ ഷൈനിയുടെ മനസ്സൊരു നൂൽപ്പാലത്തിലൂടെ സഞ്ചരിക്കുകയായിരുന്നു. ഒടുവിൽ ജീവിതത്തിലെ എല്ലാ പ്രതീക്ഷയും അസ്തമിച്ചപ്പോൾ, മനസ്സിന്റെ പിടിവിട്ടപ്പോൾ പൊന്നോമനകളെയും കൂട്ടി വിടവാങ്ങി. പാഞ്ഞെടുക്കുന്ന ട്രെയിനിന് മുന്നിൽ ട്രെയിൻ പാളത്തിൽ മക്കളെയും ചേർത്ത് പിടിച്ച് മരണമേറ്റുവാങ്ങി. നീ അച്ഛന്റെ കൂടെ ചേർന്നിട്ട് അമ്മയ്ക്ക് നേരെ കേസ് കൊടുത്തില്ലേടാ എന്നായിരുന്നു മകൻ എഡ്വിന് നേരെയുള്ള ചിലരുടെ രോഷപ്രകടനം. എന്നാൽ സത്യത്തിൽ അച്ഛൻ നോബിക്കൊപ്പം കഴിയുന്ന ആ മകനെ കുറ്റം പറയുന്നതിലും അർത്ഥമില്ല. കാരണം മുതിർന്നവരുടെ പോരിനിടയിൽപ്പെട്ട് പല സമ്മർദ്ദങ്ങളിലും ഞെരുങ്ങി കഴിയുകയായിരുന്നു ആ പാവം. അമ്മയുടെ മൃതദേഹത്തിനരികെ അമ്മേ അമ്മേ എന്ന് നിലവിളിച്ചുകൊണ്ട് എല്ലാം തകർന്ന് എഡ്വിൻ നിന്നു. ഇടയ്ക്ക് അനിയത്തിമാരുടെ മഞ്ചത്തെ കെട്ടിപ്പിടിച്ചും വാവിട്ട് കരഞ്ഞു. കണ്ടുനിന്നവരുടെ ഹൃദയം തകർക്കുന്ന കാഴ്ചകൾ. എല്ലാറ്റിനും സാക്ഷിയായി ചുങ്കം നിവാസികൾ ഒന്നും വിശ്വസിക്കാനാകാതെ, കണ്ണീരടക്കാനാകാതെ നോക്കി നിന്നു. ഉച്ചയ്ക്ക് 3 മണിയോടെയാണ് ഷൈനിയുടെ ഭർത്താവ് നോബിയുടെ വീട്ടിൽ മൃതദേഹങ്ങൾ കൊണ്ടുവന്നത്. നോബി അത്രമേൽ ഷൈനിയെ ദ്രോഹിച്ചതറിയാവുന്ന നാട്ടുകാരും നോബിയുടെ വീട്ടിലേക്ക് എത്തിയില്ല. നോബിയുടെ വീട്ടിൽ ബന്ധുക്കൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. നാട്ടുകാരെല്ലാവരും പള്ളിയിലെ പൊതുദർശനത്തിനായാണ് എത്തിയത്. 3:15ഓടെയാണ് വിലാപയാത്ര പള്ളിയിലെത്തിയത്. പള്ളിയിലാകട്ടെ വൻ ജനാവലി അവരെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. എന്നാൽ പ്രതിഷേധം ഭയന്ന് ഷൈനിയുടെ ഭർത്താവ് നോബിയോ വീട്ടുകാരോ പള്ളിയിലേക്ക് എത്തിയില്ല. ഒടുവിൽ ശുശ്രൂഷകൾക്ക് ശേഷം അമ്മ ഷൈനിയെ ഒരു കല്ലറയിലും മക്കൾ അലീനയെയും ഇവാനയെയും ഒരുമിച്ച് ഒരു കല്ലറയിലുമാണ് അടക്കിയത്. എവിടേക്കാണ് ഇനി തിരികെ ചെല്ലരുതെന്ന് ഷൈനി ആഗ്രഹിച്ചതോ അവിടെയാണ് അവരുടെ അന്ത്യകർമ്മങ്ങൾ നടന്നതെന്നതും അടിവരയിട്ട് പറയേണ്ടതാണ്. ഏത് വീട്ടിലേക്ക് തിരികെ ചെല്ലരുതെന്ന് ഷൈനി ആഗ്രഹിച്ചോ ആ വീട്ടിൽ തന്നെയാണ് ഷൈനിക്കും 14 വയസ്സുകാരി അലീനയ്ക്കും 10 വയസ്സുകാരി ഇവാനയെയും കാണാനായി ബന്ധുമിത്രാദികളും എത്തിയത്. ഭർത്താവ് നോബി ലൂക്കോസിന്റെ ഗാർഹിക പീഡനങ്ങളെ തുടർന്നായിരുന്നു ഷൈനി ഭർത്തൃവീട് വിട്ടിറങ്ങിയത്. എന്നാൽ സ്വന്തം വീട്ടിലെ ഇടവകയിൽ അടക്കാതെ ഷൈനിയെയും മക്കളെയും ഭർത്താവിന്റെ ഇടവകയായ തൊടുപുഴയിലെ ചുങ്കം പള്ളി ഇടവകയിലെ സെമിത്തേരിയിലാണ് അടക്കം ചെയ്യേണ്ടി വന്നത്. മകൻ എഡ്വിനെ ഇറക്കി നോബിയും നോബിയുടെ കുടുംബവും നടത്തിയ നീക്കം മൂലമായിരുന്നു ഇത്. മകനെ കൊണ്ട് പോലീസിൽ പരാതി കൊടുത്തതോടെ ഷൈനിയുടെയും മക്കളുടെയും സംസ്കാരം ഭർത്തൃവീട്ടുകാരുടെ ഇടവകയായ ചുങ്കം പള്ളിയിൽ നടത്താൻ തീരുമാനിക്കുകയായിരുന്നു. അതേസമയം പൊതുസമൂഹത്തിൽ കടുത്ത എതിർപ്പുയർന്ന സംഭവത്തിൽ ചുങ്കം പള്ളിക്കാർ ആദ്യം കുറികൊടുക്കാൻ താല്പര്യം പ്രകടിപ്പിച്ചില്ലെങ്കിലും പിന്നീട് ഇതിന് സമ്മതം അറിയിക്കുകയായിരുന്നു. മകളും കൊച്ചുമകളും നഷ്ടമായ വേദനയിൽ തകർന്നിരിക്കുന്ന ഷൈനിയുടെ വീട്ടുകാരും ഇക്കാര്യത്തിൽ കടുംപിടുത്തത്തിന് നിന്നതുമില്ല. അതേസമയം ദാരുണ സംഭവം അറിഞ്ഞ നാട്ടുകാരടക്കം കടുത്ത അമർഷത്തിലാണ്. മകനെ അമ്മയിൽ നിന്നും അകറ്റാൻ ആസൂത്രിത ശ്രമങ്ങൾ തന്നെ നടന്നതായും ആരോപണമുണ്ട്. ഒറ്റയ്ക്ക് പെൺമക്കളെ പോറ്റാൻ കഴിയുന്നതിനെ ഓർത്ത് ആദ്യകൊണ്ടാണ് ഷൈനി മക്കൾക്കൊപ്പം ജീവനൊടുക്കിയത്. മികച്ചൊരു ജോലിക്കായി പരിശ്രമങ്ങൾ നടത്തിയെങ്കിലും അതെല്ലാം വെറുതെയാകുന്ന അവസ്ഥയും ഉണ്ടായി. ജോലി ചെയ്യാൻ ആവശ്യമായ വിദ്യാഭ്യാസ യോഗ്യത ഉണ്ടായിട്ടും ജോലിക്ക് പോകാൻ സാധിക്കാതെ കുടുംബത്തെ നോക്കേണ്ടി വന്നതോടെ കരിയർ ഗ്യാപ്പ് വന്നു. പിന്നീട് ആവശ്യഘട്ടത്തിൽ ജോലിക്ക് കയറാൻ ശ്രമിച്ചപ്പോൾ ആ കരിയർ ഗ്യാപ്പ് തന്നെ തടസ്സമായി. ഒടുവിൽ ഗത്യന്തരമില്ലാതെ ആത്മഹത്യ ചെയ്യേണ്ട സാഹചര്യവും ഉണ്ടായി. ഭർത്താവിന്റെ കുടുംബത്തിനു വേണ്ടി ജീവിച്ചവളായിട്ടും ഷൈനി കുടുംബവഴക്കിന്റെ പേരിൽ അതേ വീട്ടിൽ തന്നെ അന്യയായി. ഭർത്താവിൽ നിന്നും വിവാഹമോചനത്തിന്റെ വഴിയിലായപ്പോൾ ഒറ്റയ്ക്ക് ജീവിക്കാൻ അവർ പരിശ്രമിച്ചു. എന്നാൽ BSc നഴ്സിംഗ് ബിരുദം ഉണ്ടായിട്ടും 12 വർഷത്തെ കരിയർ ബ്രേക്കിന്റെ പേരിൽ അവർക്ക് പല ആശുപത്രികളും ജോലി നിഷേധിച്ചു. ഇതോടെയാണ് ആത്മഹത്യാ വഴിയിലേക്ക് നീങ്ങിയത്. ഏകദേശം 10ലധികം ആശുപത്രികൾ ഷൈനി കുര്യന് ജോലി നിഷേധിച്ചു എന്നാണ് പുറത്തുവരുന്ന വിവരം. ഇതിന് ആശുപത്രികൾ മാനദണ്ഡമാക്കിയത് കരിയർ ബ്രേക്ക് തന്നെയായിരുന്നു. ഭർത്താവുമായി ഒരുമിച്ച് പോകാൻ കഴിയില്ലെന്ന ഘട്ടം വന്നതോടെ പെൺമക്കളെ നോക്കാൻ ജോലി തേടിയ ഷൈനിക്ക് മുന്നിൽ മറ്റു വഴികളില്ലാതെയായി. ആ അമ്മ മനസ്സിന്റെ ആദി കൂടിയതോടെയാണ് മക്കൾക്കൊപ്പം ജീവനൊടുക്കിയത്. അതേസമയം ഷൈനിയും മക്കളും ജീവനൊടുക്കിയത് ഭർത്താവ് നോബി ലൂക്കോസ് ഇറാഖിലേക്ക് പോകുന്ന അതേ ദിവസമായിരുന്നു. അതേസമയം ഷൈനിയുടെയും മക്കളുടെയും ആത്മഹത്യ വിശ്വാസികൾക്കിടയിലും വലിയ രോഷത്തിന് കാരണമായിട്ടുണ്ട്. കുടുംബവഴക്കും സാമ്പത്തിക പ്രതിസന്ധികളുമാണ് ഇവരെ ഒരുമിച്ച് ജീവനൊടുക്കാൻ പ്രേരിപ്പിച്ചതെന്നാണ് പുറത്തുവരുന്ന വിവരം. ഇറാഖിൽ മൈനിങ് വിഭാഗത്തിൽ ജോലിയുള്ള തൊടുപുഴ കരിങ്കുന്നം സ്വദേശി നോബിയാണ് ഷൈനിയുടെ ഭർത്താവ്. പതിവായി ഷൈനിയുമായി വഴക്കിടുമായിരുന്നു.
ഉപദ്രവം തുടങ്ങിയതോടെ 9 മാസം മുൻപ് 2 പെൺകുട്ടികളുമായി ഷൈനി സ്വന്തം വീട്ടിലേക്ക് പോന്നു. മൂത്ത മകൻ പിതാവിനൊപ്പമായിരുന്നു താമസം. നോബിയുമായി ബന്ധം വേർപെടുത്തുന്നതിന് കേസ് നൽകിയിരുന്നു. എന്നാൽ ഹിയറിംഗിന് നോബി എത്തിയിരുന്നില്ല. നോബിയുടെ കുടുംബവുമായി ബന്ധപ്പെട്ട് പോലും ഷൈനിക്ക് സാമ്പത്തിക പ്രതിസന്ധികൾ ഉണ്ടായിരുന്നുവെന്നാണ് പുറത്തുവരുന്ന വിവരം. ഭർത്തൃ വീട്ടിൽ താമസിച്ചിരുന്ന കാലത്ത് ഭർത്തൃപിതാവിന്റെ ചികിത്സയ്ക്ക് വേണ്ടി അയൽക്കൂട്ടത്തിൽ നിന്നും ലോണെടുത്ത് പണം നൽകിയിരുന്നു ഷൈനി. എന്നാൽ ബന്ധങ്ങൾ വഷളായതോടെ ഈ പണം തിരിച്ചടക്കേണ്ട ബാധ്യതയും ഷൈനിയുടെ ചുമലിലായി. ഇതുമായി ബന്ധപ്പെട്ട് അയൽക്കൂട്ടക്കാർ പരാതി നൽകിയതോടെ കേസും മറ്റ് തൊല്ലാപ്പുകളുമായി. ഇതുമായി ബന്ധപ്പെട്ട പ്രതിസന്ധിയും ഷൈനിയെ വല്ലാതെ അലട്ടിയിരുന്നു. ഈ സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്നും കരകയറാൻ വേണ്ടി ജോലിക്ക് പോകാനും ഷൈനി തയ്യാറായി. BSc നഴ്സായ ഈ വീട്ടമ്മയെ വിവാഹശേഷം ജോലിക്ക് പോകാനും ഭർത്താവ് അനുവദിച്ചിരുന്നില്ല. ഇതോടെ വീട്ടിലൊതുങ്ങിയ ഷൈനി ഭർത്താവ് അറിയാതെ തന്നെ ജോലിക്കായി പരിശ്രമങ്ങൾ നടത്തി. എന്നാൽ പലരും കൈവിട്ടു. ജ്ഞാനായ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ഇവർ ഇടവകയുടെ തന്നെ വമ്പൻ ഹോസ്പിറ്റലായ കാരിത്താസിൽ ഒരു ജോലിക്കായി പരിശ്രമിച്ചിരുന്നു. എന്നാൽ നഴ്സ് ജോലി ലഭിച്ചില്ല. പകരം ഷൈനിക്ക് നഴ്സിംഗ് അസിസ്റ്റന്റ് ജോലി നൽകാമെന്ന് അറിയിച്ചിരുന്നു എന്നാണ് ആശുപത്രി അധികൃതർ പറയുന്നത്. അതേസമയം ഇവരെ മരണത്തിലേക്ക് തള്ളിവിട്ടതിൽ ഭർത്താവ് നോബി ലൂക്കോസിനുള്ള പങ്ക് പോലെ ഒരു കത്തോലിക്ക വൈദികനും ബന്ധമുണ്ടെന്ന വിധത്തിൽ പലതരം വാർത്തകളും എത്തിയിരുന്നു. ഭർത്തൃ വീട്ടിൽ വെച്ച് ഷൈനി അനുഭവിക്കേണ്ടി വന്ന ക്രൂരതയ്ക്ക് ഉത്തരവാദികളിൽ ഒരാൾ നോബിയുടെ സഹോദരനായ വൈദികൻ എന്നായിരുന്നു തുടക്കത്തിൽ വന്ന വാർത്തകൾ. ഇപ്പോൾ ഓസ്ട്രേലിയയിൽ വൈദിക വൃത്തി ചെയ്യുകയാണ് ഈ ഫാദർ. ഏതാനും ദിവസങ്ങളായി ഈ വൈദികനെ ചുറ്റിപ്പറ്റിയുള്ള ആരോപണങ്ങളും ഉയർന്നിരുന്നു. ഇപ്പോൾ ഇദ്ദേഹത്തിനെതിരെ പരാതി പ്രവാഹമാണ് എന്നതാണ് പുറത്തുവരുന്ന വിവരം. 3 പേരുടെ മരണത്തിലേക്ക് നയിച്ച സംഭവങ്ങളിൽ വൈദികന് പങ്കുണ്ടെന്നാരോപിച്ച് ഓസ്ട്രേലിയയിലെ ഇടവകയിലേക്ക്, അതായത് ഈ ഫാദർ ഇപ്പോൾ ജോലി ചെയ്യുന്ന ഇടവകയിലേക്ക് ഇമെയിലുകൾ പ്രവഹിക്കുകയാണ്. ഓസ്ട്രേലിയയിലെ ബ്രോക്കൺ ബേ എന്ന ഇടവകയിലെ വികാരിയാണ് ഈ പാതിരി. ഭർത്തൃ വീട്ടിൽ നിന്നും ഷൈനി നേരിട്ട പീഡനങ്ങളിലെ പ്രധാന കാരണം ഈ വ്യക്തിയെന്നാണ് ആരോപണം. ഷൈനിയുടെ ഭർത്താവ് ഷിപ്പിലെ ജോലിക്കാരനായിരുന്നു. നല്ലവണ്ണം മദ്യപിക്കുന്ന ആളുമായിരുന്നു. ഇയാൾ ഷൈനിയെ ഇടയ്ക്കിടയ്ക്ക് ഉപദ്രവിക്കുന്നത് ഒരു പതിവായി മാറിയിരുന്നു. എന്നാൽ ഇത് തടയാൻ ശ്രമിക്കാതെ ഷൈനിയുടെ ഭാഗത്തെ കുറ്റങ്ങൾ കണ്ടെത്തുകയായിരുന്നു ഫാദർ എന്നാണ് അയൽവാസികളടക്കം ആരോപിക്കുന്നത്. നിയമമടക്കം പഠിച്ച ഫാദർ വീട്ടിലിടയ്ക്ക് വരുമായിരുന്നു. എന്നാൽ ഈ വീട്ടിലെ പ്രശ്നത്തിൽ ഇടപെടാൻ തയ്യാറായില്ല. ഷൈനി ജോലിക്കായി പല സ്ഥാപനങ്ങളിലും ഈ ഒരു ജോലി അവസരം തേടിയെങ്കിലും അതെല്ലാം ഈ വൈദികൻ ഇടപെട്ട് മുടക്കുകയായിരുന്നുവെന്നും ആക്ഷേപമുണ്ട്. നിരന്തരം പ്രശ്നക്കാരിയാണെന്ന് ആരോപിച്ചുകൊണ്ടാണ് വൈദികൻ ഈ ജോലികളെല്ലാം മുടക്കിയത്. ഇത് നിരന്തരം ആവർത്തിച്ചു കൊണ്ടിരുന്നു എന്നാണ് നാട്ടുകാരും പറയുന്നത്. ഉപകാരം ചെയ്തില്ലെങ്കിലും ഉപദ്രവിക്കാതിരുന്നാൽ മതിയെന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് നാട്ടുകാരുടെ വാദം. ഇയാൾക്കെതിരെ നിയമ നടപടി ഉണ്ടാകണമെന്ന ആവശ്യവും ശക്തമാണ്. സെമിനാരിയിൽ പഠിക്കാൻ പോയി തിരിച്ചു വന്ന ആളാണ് ഈ വൈദികൻ. വിവാഹത്തിനായി പിന്നീട് പരസ്യം കൊടുത്തിരുന്നു. പിന്നീട് വീട്ടുകാരൊക്കെ ഇടപെട്ടാണ് സെമിനാരിയിൽ തിരികെ പോയതും ഈ വ്യക്തി പഠനം പൂർത്തിയാക്കി വൈദികനായി ജോലി ആരംഭിച്ചതും. ഷൈനിയുടെയും മക്കളുടെയും ആത്മഹത്യ അങ്ങനെ ചർച്ചാ വിഷയമാകുമ്പോൾ വൈദികനെതിരെ ഓസ്ട്രേലിയയിലെ ഇടവകയിലേക്കും പരാതികൾ പ്രവഹിക്കുകയാണ്. എന്തായാലും നല്ല വിദ്യാഭ്യാസം ഉണ്ടായിട്ടും ഒരു തൊഴിലവസരത്തിനുള്ള അവസരം പോലും ലഭിക്കാതെ ഭർത്താവിൽ നിന്നും അകന്ന് ജീവിതം വഴിമുട്ടിയപ്പോൾ ഈ അമ്മയ്ക്കും പെൺമക്കൾക്കും ആത്മഹത്യ ചെയ്യേണ്ടി വന്നു എന്ന വിധത്തിലാണ് ചർച്ചകൾ മുന്നോട്ട് പോകുന്നത്. ഫെബ്രുവരി 28-ന് പുലർച്ചെ 5:30 സംഭവം. നിലമ്പൂർ പാസഞ്ചർ ലോക്കോ പൈലറ്റാണ് 3 പേർ ട്രെയിനിന് മുന്നിൽ ചാടിയ വിവരം പോലീസിൽ അറിയിച്ചത്. തുടർന്ന് റെയിൽവേ പോലീസും ഏറ്റുമാനൂർ പോലീസും ചേർന്ന് നടത്തിയ പരിശോധനയിൽ ചിന്നിച്ചിതറിയ നിലയിൽ മൃതദേഹങ്ങൾ കണ്ടെത്തുകയായിരുന്നു. ഭർത്താവുമായി പിരിഞ്ഞു കഴിയുന്ന ഷൈനി പെൺമക്കൾക്കൊപ്പം പാറോലിക്കലിലെ വീട്ടിലായിരുന്നു കഴിഞ്ഞ 9 മാസമായി താമസം. രാവിലെ പള്ളിയിൽ പോകാറുള്ള യുവതിയെയും മക്കളെയും കാണാതായതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ദുഃഖവാർത്ത നാടറിയുന്നത്. മരണപ്പെട്ട അലീനയും ഇവാനയും കോട്ടയം തെള്ളകത്തെ ഹോളി ക്രോസ് സ്കൂളിലെ വിദ്യാർത്ഥികളാണ്. അച്ഛൻ നോബിക്കൊപ്പം എറണാകുളത്ത് കഴിയുന്ന മകൻ എഡ്വിന് 14 വയസ്സാണ് പ്രായം. ഒരുപക്ഷെ ആ അമ്മയുടെ നിസ്സഹായാവസ്ഥ മനസ്സിലാക്കി ആ പെൺമക്കൾ സ്വമേധയാ ജീവനൊടുക്കാൻ അമ്മയ്ക്കൊപ്പം റെയിൽവേ ട്രാക്കിലേക്ക് എത്തിയതാണോ അതോ ഇനി എന്തെങ്കിലും നിർബന്ധപ്രകാരമാണോ എന്നുള്ള കാര്യങ്ങളിലേക്ക് ഇനിയും വ്യക്തത വരേണ്ടതുണ്ട്. ന്യൂസ് ഡെസ്ക്, ഫോക്കസ് ന്യൂസ് TV.